ആൻഡോ, നമ്മൾ ആഫ്രിക്കയിലെത്തിയോ എന്നൊരു സംശയം. അതേ അല്ലേ? ഒരു ആഫ്രിക്കൻ ടച്ച് ഉണ്ട് അല്ലേ? ഒരു ആഫ്രിക്കൻ ടച്ച്. അതേ ഒരു പ്രതീതിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി അല്ലേ? ഒരു വെറൈറ്റി സാധനം. അത് നമ്മുടെ ടയറിന്റെ പാട് മാത്രം കറക്റ്റ് കാണുന്ന പോലെയുള്ള ഒരു വഴികളും വളവും. അതാണ്. ഇനിയാണ് സംഭവം. ഒരു വിചിത്ര ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വിചിത്ര ഇടം. ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് നാമക്കൽ ജില്ലയിൽ നെല്ലൂർ എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ്. വളരെ മനോഹരമായ ഒരു കാർഷിക ഗ്രാമമാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഒരുപാട് കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള കൃഷികളാണ് ഇവർ ചെയ്തു വരുന്നത്. പിന്നെ കൃഷി മാത്രമല്ല അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ആടുമാടുകളെ അവർ വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നാമക്കൽ ജില്ലയിലെ കുറച്ച് കാർഷിക ഗ്രാമത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ്. ആൻഡോയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡോയോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. അങ്ങനെ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ നമ്മൾ ആദ്യമേ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന കപ്പ. നമ്മുടെ നാട്ടിൽ ഓരോ പേര് അതിന് പറയാറുണ്ട്. കപ്പ എന്നും അതോടൊപ്പം തന്നെ കൊള്ളിയെന്നും മരച്ചീനി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്തായാലും ഇവിടെ ഇതറിയപ്പെടുന്നത് കുച്ചി എന്നാണ്. ഇവിടെ കുറച്ച് ചേച്ചിമാരിരുന്ന് കപ്പയുടെ തണ്ട് ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് നടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ചെറിയ കട്ടറുണ്ട്. ആ കട്ടർ വെച്ച് അവരിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇവരോടൊക്കെ സംസാരിച്ചു. ഇവിടുത്തെ പ്രധാന കൃഷി എന്താണെന്നൊക്കെ നമ്മൾ ഇവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചപ്പോഴത്തേനും അവർ നമ്മളോട് പറഞ്ഞത് കപ്പയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. എന്നിരുന്നാലും സീസൺ അനുസരിച്ച് ഈ കൃഷികൾ മാറിക്കൊണ്ടിരിക്കും. മഴക്കാല സമയങ്ങളിൽ ഇവർ നിലക്കടലയാണ് കൃഷി ചെയ്യുന്നത്. കപ്പയ്ക്ക് അധികം വെള്ളം വേണ്ട. അതുകൊണ്ട് മഴയില്ലാത്ത സമയങ്ങളിൽ ഇവരിത് നടുകയും മഴക്കാല സമയങ്ങളിൽ നിലക്കടല നടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, നെൽകൃഷിയൊക്കെ ഇവിടെ ചെയ്യാറുണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് നെൽകൃഷി ഒന്നും ചെയ്യാറില്ല. പ്രധാനമായിട്ടും ഈ രണ്ട് കൃഷിയാണ് ഇവിടെ ചെയ്തു വരുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ചോളം നട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാർ. പിന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ ആടുമാടുകളെ ഇവർ വളർത്തുന്നുണ്ട് ഉപജീവന മാർഗ്ഗമായിട്ട്. പിന്നെ ഇവരുടെ ശമ്പളത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു കേട്ടോ. ഒരു ദിവസത്തെ കൂലി എത്രയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്ത്രീകൾക്ക് 300 രൂപയാണ് ശമ്പളം. പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ 500 മുതൽ 800 രൂപ വരെ കൊടുക്കും. ചിലർക്കൊക്കെ 1000 രൂപ മേടിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവരുടെ വേതനം പറയുകയാണെങ്കിൽ. പിന്നെ തമിഴ്നാട്ടിൽ 100 നാൾ വേല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പൊക്കെ ഉണ്ടല്ലോ, അതുപോലെ. അപ്പോൾ അത് കറക്റ്റ് 100 ദിവസം ഉണ്ടാവും. അതിന് പോയി കഴിഞ്ഞാൽ 250 രൂപ അങ്ങനെ എത്രയോ രൂപയാണ് അവർക്ക് കിട്ടുക എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വേതനമൊക്കെ വളരെ കുറവാണെങ്കിലും അവർ വളരെ സന്തോഷത്തോടെയാണ് ഇവർ ഇവിടെ കഴിയുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ ഒരു വേതനം കൊണ്ടൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ, ഇപ്പോൾ അരിയാണെങ്കിലും അതോടൊപ്പം തന്നെ പലചരക്ക് സാധനമാണെങ്കിലും അതോടൊപ്പം തന്നെ പച്ചക്കറിയൊക്കെ ആണെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തമിഴ്നാട്ടിലേക്കാളും ചിലവ് കൂടുതലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും ചിലവില്ല. അപ്പോൾ അവരുടെ ശമ്പളത്തിൽ അത് കഴിഞ്ഞു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും കുറച്ച് ചേച്ചിമാർ ഇവിടെ ഇരുന്ന് കപ്പ ഇങ്ങനെ കട്ട് ചെയ്ത് നടാനുള്ള ഒരു ശ്രമത്തിൽ അവർ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കൃഷിസ്ഥലത്ത് ഇവരുടെ പണികൾ തുടരട്ടെ. നമുക്കിനി നമ്മുടെ ബാക്കി യാത്ര തുടരാം. അങ്ങനെ നമ്മൾ ഈ ഒരു കൃഷിസ്ഥലത്തൂടെ ഓരോ കാഴ്ചകൾ കണ്ടു നടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അക്ക ഒരു പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്കയെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാം. അക്ക ഒരു ഇല്ല, പരവായില്ല. അക്ക ഏത് പാട്ട് പാടിയാലും പരവായില്ലേ. പതയിലെ പളമരോ ഏഴ് ലക്കും ഏഴ് പളവീതമാ പുതിருக்கு ஏழு லக்கும் ஏழு பழை பூவெடுக்க போய் ஏழு லக்கும் ஏழு பவியின்னு பெருமானே ஏழு லக்கும் ஏழு வீதியிலே வில்லோ மரோ ஏழு லக்கும் ஏழு வீத வீதமா புத்திருக்கு ஏழு லக்கும் ஏழு வில்லை பூவெடுக்க போய் ஏழு லக்கும் ஏழு வேசியின்னு பெருமானே ஏழு லக்கும் ஏழு. അങ്ങനെ എന്തായാലും അവിടുത്തെ ചേച്ചിമാരോട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ അതിലൊരു ചേച്ചി നമുക്ക് വേണ്ടി പാട്ടും പാടിത്തന്നു. എന്തായാലും വലിയൊരു സന്തോഷമായി. അപ്പോൾ എന്തായാലും അതങ്ങനെ എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. പോകുന്ന വഴിയിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ കാണുന്ന റൂട്ടിലേക്ക് നോക്കിയേ. റൂട്ടിൽ എന്താ കാണുന്നത്? വളരെ മനോഹരമായി ടാർ ചെയ്തിരിക്കുന്ന വഴിയല്ലേ. നമ്മളിപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം ഉള്ളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇവിടുത്തെ വഴികൾ നോക്കി എത്ര മനോഹരമായിട്ട് ടാർ ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ തമിഴ്നാട്ടിലെ പല ജില്ലകളിലും ഒട്ടുമിക്ക ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇതേ വഴികളാണ്, എല്ലാം മനോഹരമായി ടാർ ചെയ്ത് ഭംഗിയാക്കി ഇട്ടിരിക്കുകയാണ്. എന്താ അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഉൾഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കുണ്ടും കുഴിയാണ്. അല്ല, നമ്മൾ ഉൾഗ്രാമം എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് റോഡ് എന്ന് പറഞ്ഞ സാധനം എവിടെയും ഷോക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് പറഞ്ഞപ്പോൾ ഓർത്ത് എന്റെ പൊന്നാൻഡോ, നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന വഴി, നമ്മുടെ തൃശ്ശൂർ കുന്നംകുളം വഴി, എന്റെ മോനെ എന്താ ഞാൻ ഓർക്കും എല്ലാ പ്രാവശ്യം വരുമ്പോ ഇപ്പൊ വഴിപണി തീർന്ന് കാണുമ്പോ ഇനിയിപ്പോ സമാധാനമായിട്ട് പോകാല്ലോ. ഇത് നമ്മള് പ്രവാസികളെ കുറിച്ച് പറയുമ്പോ അവർക്ക് അവിടെ ലൈസൻസ് കിട്ടിയെന്ന് പറയല്ലോ, അപ്പൊ നമ്മള് കളിയാക്കി പറയണ റൂട്ടാണ് അത്. അതായത് നിങ്ങള് തൃശ്ശൂർ കുന്നംകുളത്തിൽ കൂടെ ഒരു പ്രാവശ്യം ഒന്ന് ഓടിക്കുക, അത് തട്ടാതെ മുട്ടാതെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാണ്ട് അവിടുത്തെ ലൈസൻസ് കാണിച്ചിട്ട് ഇവിടെ ഓടിക്കാന്നുള്ള വിചാരം വേണ്ട. ഇത് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒക്കെ എവിടുന്നൊക്കെ വണ്ടി വരാന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പൊ അവിടെ എന്തൊക്കെയോ പൊളിച്ചിട്ടുണ്ട്, കല്ലുകൊക്കെ. ഇനി അതൊക്കെ ഇനി ഏത് കാലത്ത് പണി തീരും അങ്ങനെ നടക്കുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, എനിക്കാണ് അതിൽ വരുന്നത് ഓർക്കുമ്പോഴോ സങ്കടമാണ്. ഒന്നും പറയാണ്ട്. ഇപ്പൊ ആൾക്കാരൊക്കെ എന്താ വേറെ എന്തോ ഷോർട്ട് വഴി കൂടെ ഒക്കെ പോകുന്ന പറഞ്ഞിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കാണുന്നുണ്ട്. എന്തായാലും പരമാവധി ആ വഴി കൂടെ ഒന്നും പോകരുതേ എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. അല്ല, നമ്മളിങ്ങനെ കാണുമ്പോ വല്ലാത്തൊരു വിഷമം. ഞാനിപ്പോ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേനും നോക്കിയാൽ ലൈനൊക്കെ വരച്ചിട്ട് എത്ര ഭംഗിയായിട്ടാണ് ഇവർ ഇവിടെ ഇട്ടിരിക്കുന്നത്. വള വരുമ്പോഴത്തേനും ലൈൻ വരച്ചിടുന്നു, പിന്നെ ഹമ്പ് വരുമ്പോഴത്തേനും അതിൽ ലൈൻസ് വരച്ചിടുന്നു, അങ്ങനെയൊക്കെ അല്ലേ. അതെ, ഹമ്പിന്റെ കാര്യം പറയണ്ട. പല സ്ഥലങ്ങളിലും നമ്മുടെ ഹമ്പിന്റെ അവിടെ ഒരു വൈറ്റ് സിമെന്റ് റോഡ് പോലും മാർക്ക് ചെയ്യാത്ത എത്രയോ ഹമ്പുകളുണ്ട്. അടിച്ച് കയറി വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഹമ്പിന്റെ മുകളിൽ കൂടി ചാടി. അതാണ്, ഇതെല്ലാം ക്ലിയർ ആക്കിയാണ് ഈ ഒരു ഗ്രാമത്തിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ നാഷണൽ ഹൈവേയുടെ കാര്യം പറയണ്ട, അതും ഒരു രക്ഷയില്ലാത്ത വഴി. ഞങ്ങളിങ്ങനെ റോട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ യാദൃശ്യമായിട്ട് ഒരു കാഴ്ച കണ്ടു. ഒരു ലേഡിയുടെ ഫോട്ടോ ഫ്ലെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു കൗതുകരമായ കാഴ്ചയായി അല്ലാണ്ടോ. കണ്ടു കഴിഞ്ഞാൽ ആരും പേടിച്ചു പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ പേടിക്കുന്നതെന്നല്ലേ. ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ, ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആരും പേടിച്ചു പോകും. എന്തിനാണ് വെച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഇതിനോടകം മനസ്സിലായി കാണും. ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പിക്ചർ വെച്ചിരിക്കുന്നത് ഈ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കൃഷി സ്ഥലത്തിന് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഗ്രാമത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഈ ഒരു ഫോട്ടോ കണ്ടിരുന്നു. പല കൺസ്ട്രക്ഷൻ സൈറ്റിലും ഇതിന് മുമ്പിലും ഈ ഫോട്ടോ ഉണ്ട്, ഈ സെയിം ഫോട്ടോ തന്നെ. അതാണ്. അപ്പം അത് വീട് പണിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അവിടെയും ഈ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തായാലും പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാണ്ടോ. അതെ, നമ്മള് പണ്ട് കണ്ടേക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ആണ്. കോമൺ കാണുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് നാക്കൊക്കെ നീട്ടിയിട്ട് റെഡ് കളറിലുള്ള ഒരു രൂപമാണ് അവർ ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അതൊന്നും തികയാതെ ഒന്നും തോന്നുന്നു. അത് ഏഷ്യനിലെന്ന് തോന്നുന്നുണ്ട്. അതിപ്പോ ഏശുന്നില്ല. അപ്പൊ അവരതുകൊണ്ട് പുതിയതായിട്ട് ഒരു പുതിയ ഫ്ലെക്സ് അടിച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും എന്തായാലും നോക്കും. അപ്പൊ ആദ്യത്തെ നോട്ടം എന്തായാലും അതിലേക്ക് പോകും. നമ്മളാണെങ്കിൽ പിന്നെ ആ സംഭവം മറ്റേത് കണ്ണു കിട്ടില്ലല്ലോ. അതാണ്, നമ്മളാണെങ്കിൽ പോലും ആദ്യം എങ്ങോട്ടോ ഫോട്ടോയിലേക്കല്ലേ. നമ്മള് ഫോട്ടോയിലേക്ക് നോക്കി, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫോട്ടോ എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കടന്നത്. എന്തായാലും കൊള്ളാം, ഓരോരോ കാഴ്ചകളല്ലേ ഓരോ ഭാഗത്തൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കും വെറൈറ്റി ആണ്. പക്ഷെ ഈ ഏരിയ മൊത്തം ആ ഫ്ലെക്സ് എങ്ങനെ വന്നു ആലോചിക്കണേ. അത് ചിലപ്പോ എന്തായിരിക്കും കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഏതെങ്കിലും ഫ്ലെക്സ് കടക്കാരന്റെ കരവിരുത്തായിരിക്കും. ആള് ഫോട്ടോഷോപ്പ് പഠിച്ച് മൊത്തം കാണിച്ചിട്ടുണ്ട്, മുളകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെറൈറ്റി ഒക്കെ ഉണ്ട് എന്തായാലും മൂപ്പരാള്. എന്താ പൊന്നെ മതി, എന്തൊക്കെ കാഴ്ചകളല്ലേ. എന്തായാലും കൊള്ളാം, നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മുടെ യാത്ര തുടരുന്നു. അങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഇനിയാണ് സംഭവം. ഒരു വിചിത്ര ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്, ഒരു വിചിത്ര ഇടം. പണ്ടൊരിക്കലും ഞാനും ആൻഡോയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്ഥലം ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി കാണും. ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇത് കണ്ടോ, ഈ ഒരു മണ്ണ് വെള്ള മണലാണ്. ഇവിടെ മുഴുവനും ഈ ഒരു ടൈപ്പ് മണലാണ് നമുക്ക് കാണാൻ കഴിയുക. മണ്ണ് അല്ലെങ്കിൽ മണൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ചെളിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതുകൂടാതെ ഇവിടെ ഒരു വലിയൊരു കുഴി എടുത്തിട്ടുണ്ട്. ഈ മണ്ണങ്ങനെ കുഴിയെടുത്ത് ഇങ്ങനെ മുകളിലേക്ക് കൂട്ടിയിട്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു കളറാണ് കേട്ടോ മണ്ണിന്. അങ്ങോട്ടൊക്കെ അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ കുറേ ഭാഗങ്ങളിലൊക്കെ പുല്ല് പിടിച്ചു, ഒരു പ്രത്യേകതരം പുല്ലിങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആര്യവേപ്പിൻ്റെ മരങ്ങളും നമുക്കിവിടെ കാണാം. ഇലക്ട്രിസിറ്റിയുടെ ലൈനും അതിൻ്റെ ഒരു ഭാഗത്തുകൂടി കടന്നു പോകുന്നുണ്ട്. ഇനി നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശവും ഇതിൻ്റെ വിശേഷങ്ങളും പറയാം. നമുക്ക് തണലത്ത് എവിടെയെങ്കിലും നിൽക്കാം. അതാണ്, ഒരു തണൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ മുഴുവൻ നടക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഉണ്ട്, ആ ഒരു ഭാഗത്ത് നമുക്ക് ഇരിക്കാം. ഇരിക്കുകയോ നിൽക്കുകയോ എന്തായാലും ചെയ്യാം. ഭയങ്കര ചൂടാണ് കേട്ടോ. തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ എന്താ ചൂട്. ഇപ്പോൾ ആന്ധ്രയുടെ അവസ്ഥ ഞാനിപ്പോൾ ആലോചിക്കുന്നത്.
അങ്ങോട്ടാണ് പഴുത്ത് എടുക്കണ്ടാവൂലേ. പിന്നെ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ മോനെ ഓ എന്തൊരാശ്വാസം. മരം ഒരു വരവാണെന്ന് പറയുന്നത് എത്ര ശരിയാ. മരം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വിടും. നമ്മൾ വിവരം അറിഞ്ഞാലേ നമ്മൾ വിവരം അറിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഇനി കുറേ നേരമായിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം സീതാംപുണ്ടി എന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഈ ഒരു ഗ്രാമം അത്ര പ്രസിദ്ധമായ ഒരു ഗ്രാമമൊന്നുമല്ല. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഗ്രാമം പ്രസിദ്ധമായി മാറി. എങ്ങനെയാണെന്നല്ലേ, അത് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രസിദ്ധമായ ഒരു ഇടമായി മാറി. ഇവിടുത്തെ ഗ്രാമത്തിൽ വന്ന് ആരോട് ചോദിച്ചാലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയും. അപ്പോൾ എന്താണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രയാൻ ദൗത്യത്തിന് വേണ്ടി മണ്ണ് കുഴിച്ചെടുത്തൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല, സീതാംപുണ്ടി ഗ്രാമത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് ഇതുപോലത്തെ മണ്ണ് അവർ കുഴിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ മണ്ണ് എന്തിനാണ് അവർ കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി എന്തിനായിരിക്കും ഇതൊക്കെ എടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇവിടുത്തെ മണ്ണ് മുഴുവൻ കോരിക്കൊണ്ട് പോകുന്നല്ല കേട്ടോ അതിനർത്ഥം. അത് ഞാൻ വഴിയെ പറയാം. എന്തായാലും ഈ ഒരു പ്രദേശത്ത് നമ്മൾ നിൽക്കുമ്പോൾ, ഇപ്പോൾ ഒരു ആദ്യമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ഇവിടെ പച്ചപ്പൊന്നുമില്ല, ഇവിടെ മരങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ ശരിക്കും ഒരു വേറൊരു ഗ്രഹത്തിൽ നിൽക്കുന്ന പോലെ തോന്നും. ചിലപ്പോൾ നമ്മൾ ചന്ദ്രനിൽ തന്നെ നിൽക്കുന്ന പോലെ ഒരു ഫീലാണ്. കാരണം അങ്ങനത്തെ ഒരു പ്രതീതിയാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു ഫീലാണ് നമുക്കിവിടെ ഉണ്ടാകുക. നമ്മളങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഒരു ടൈപ്പ് മണ്ണല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ISROയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ നിന്ന് മണ്ണ് കുഴിച്ചു കൊണ്ടുപോയി പരീക്ഷണ ആവശ്യത്തിനായിട്ട് കൊണ്ടുപോയത്. നമ്മൾ സീതാംപുണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സീതാംപുണ്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ കുറച്ച് കൃഷി കാഴ്ചകൾ കാണാനാണ് ഇന്ന് വന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ISROയ്ക്ക് വേണ്ടി ഇവിടെയുള്ള മണ്ണ് അന്ന് ഖനനം ചെയ്ത സ്ഥലം കാണാനിടയായി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇനി ഈ സ്ഥലത്തിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി അന്ന് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കണില്ല. സിമ്പിളായിട്ട് പറയാം. അതായത് പുതിയ ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കണമല്ലോ. ഇപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നും, ഇപ്പോൾ ഈ മണ്ണും ചന്ദ്രയാൻ ദൗത്യമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത്. ചന്ദ്രയാൻ ദൗത്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൂണിൻ്റെ പ്രതലം നമ്മളിവിടെ ഭൂമിയിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ചന്ദ്രനിൽ എങ്ങനെയാണോ റോവർ ഇറക്കുന്നത് അതിൻ്റെ അതേ എക്സാക്റ്റ് ഒരു പതിപ്പ് നമ്മൾ ഭൂമിയിലൊന്ന് റിക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രതലത്തിന് ആവശ്യമായിട്ടുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകുന്ന മണ്ണ് അതേപോലെ ഇടുകയല്ല കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇവിടുന്ന് മണ്ണ് എടുത്ത് അത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ആ മൂണിൻ്റെ ഉപരിതലത്തിൽ വരുന്ന മണ്ണിന് സമാനമായ കെമിക്കൽ പ്രോപ്പർട്ടീസും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ഉള്ള മണ്ണ് തരംതിരിച്ച് അങ്ങനെ അവർക്കാവശ്യമായ മണ്ണിൻ്റെ ഘടന പുനർനിർമ്മിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തിന് സമാനമായ രീതിയിലുള്ള പ്രതലം സൃഷ്ടിച്ചെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള മണ്ണ് അന്ന് ഖനനം ചെയ്തത്. അങ്ങനെ രണ്ടാം ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ ഒരു ഗ്രാമമാണ് ഈ സീതാംപുണ്ടി എന്ന് പറയുന്നത്. ഇപ്പോഴും ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള പല ആവശ്യങ്ങൾക്കും ഇവിടുത്തെ മണ്ണ് ഉപയോഗിച്ചു വരുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ ഈ സീതാംപുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമല്ല കേട്ടോ ഇതേപോലത്തെയുള്ള മണ്ണുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയിലുണ്ട്. ഈവൻ തമിഴ്നാട്ടിൽ കുന്നമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നും ഇതുപോലെയുള്ള മണ്ണ് ശേഖരിച്ച് ടെസ്റ്റിന് കൊടുത്തിരുന്നു. അങ്ങനെ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ച സ്ഥലം എന്ന നിലയിൽ സീതാംപുണ്ടി എന്ന ഗ്രാമം തന്നെ വളരെ പ്രശസ്തി ആർജിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ പല ഗവേഷണ സ്ഥാപനങ്ങളിലെയും ജിയോളജിസ്റ്റുകളും ISROയിലെ ശാസ്ത്രജ്ഞരുമാണ് ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ ഈ മണ്ണ് ശേഖരണത്തിന് നേതൃത്വം നൽകിയത്. എന്താ ചൂട്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ കല്ലുകൾ കാണിച്ചില്ലായിരുന്നല്ലോ നിങ്ങളെ. ഇതുണ്ടോ, ഇവിടെ കളറുള്ള കല്ലുകൾ. ഇത് കറക്റ്റായിട്ട് അറിയാം. കണ്ടോ, ഒരു പ്രത്യേകതരം കല്ലാണ്. ഇതിവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ അവർ കൊണ്ടുപോയിരുന്നു. ഇതൊക്കെ പൊടിച്ചിട്ടൊക്കെയാണ് അവർ പരീക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കല്ലും പൊടിച്ച് അവർ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മണ്ണ് മാത്രമല്ല, ഇങ്ങനത്തെ കല്ലും കൊണ്ടുപോയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കല്ലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരെണ്ണം കയറിയപ്പോൾ കണ്ടതാണ്. ഇത് അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ വേറെ വേറെ കല്ലുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു അത്ഭുതകരമായൊരു കാഴ്ച തന്നെയാണ്. ഇത് അറിയപ്പെടാതിരുന്ന ഒരു ഉൾഗ്രാമം. ഞാൻ പറഞ്ഞല്ലോ, നാഷണൽ ഹൈവേയിൽ നിന്ന് നല്ല ദൂരത്തിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളിൽ ഇവർ ഇവിടെ വന്ന് ഇത് കണ്ടുപിടിച്ച് അവരെ സമ്മതിക്കണം എന്ന് ആലോചിച്ച് നോക്കി. അത് വേറൊരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ജിയോളജിസ്റ്റുകൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെയുള്ള പരിചയമുള്ള ആൾക്കാരൊക്കെ കാണണം. അങ്ങനെയൊക്കെ ആയിരിക്കണം ഇവർ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ എത്തിച്ചേർന്നത്. കൂടുതലായിട്ടുള്ള വിവരം നമുക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊരു ഊഹം പറയുകയാണ് ചെയ്തത്. ആവാം, അത്രയേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് താഴേക്ക് നടക്കാം. നമ്മുടെ വാഹനം ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് പിന്നെയും കുഴപ്പമില്ല, ഇറക്കമായതുകൊണ്ട് നമുക്ക് ഓടിയെങ്കിലും ഇറങ്ങിപ്പോകാം. കയറ്റം കയറാനായിരുന്നു പാട്. അപ്പോൾ എന്തായാലും നമുക്കിനി താഴേക്ക് ഇറങ്ങാം. എൻ്റെ അമ്മേ ആൻഡോ, നമ്മൾ ആഫ്രിക്കയിലെത്തിയോ എന്നൊരു സംശയം. അതേ അല്ലേ, ഒരു ആഫ്രിക്കൻ ടച്ച് ഉണ്ട് അല്ലേ? ഒരു ആഫ്രിക്കൻ ടച്ച്. അതേ ഒരു പ്രതീതിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി അല്ലേ? ഒരു വെറൈറ്റി സാധനം. അത് നമ്മുടെ ടയറിന്റെ പാട് മാത്രം കറക്റ്റ് കാണുന്ന പോലെയുള്ള ഒരു വഴികളും വളവും. അതാണ് ഓഫ് റോഡ്, കല്ലും മണ്ണും എല്ലാം പക്ക ഓഫ് റോഡ്. അപ്പൊ എന്തായാലും ആഫ്രിക്ക എന്ന് പറഞ്ഞു, നമുക്ക് കുറച്ച് സിംഹത്തിനെയും 1-2 ജിറാഫിനെയും ഒക്കെ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പറയും നിങ്ങൾ ആഫ്രിക്കയിൽ പോയെന്ന് തന്നെ പറയുള്ളൂ അല്ലേ? ആ ഒരു രീതി തന്നെയാണ് ഇവിടെ നോക്കുമ്പോഴത്തേനും. അല്ല ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മളിപ്പം ആഫ്രിക്കയിൽ കൂടെ ഒന്നല്ല കേട്ടോ, എന്തായാലും നമ്മുടെ തമിഴ്നാട്ടിലൂടെയാണ് ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു ഡ്രൈവ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ്. അത് അവിടെ എത്തിയതിന് ശേഷം പറയാം. എന്തായാലും ഈ കാട്ടുപാത പിന്നിട്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കുള്ളൂ. ഒരു സ്ഥലം തേടിപ്പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കി എത്ര വിജനമാണെന്ന് നോക്കിയേ. വീടുകളില്ല, മനുഷ്യന്മാരില്ല, മൃഗങ്ങളില്ല. സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ആടുകളെങ്കിലും മേഞ്ഞു കിടക്കുന്നത് കാണാമായിരുന്നു. ഇതൊന്നുമില്ലെങ്കിലും നല്ല ചൂടുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും ആൻ്റെ പറയുന്ന പോലെ നല്ല ചൂടാണ്. ഇതിലെ കൂടെ ബൈക്കിലൊക്കെ പോകുമ്പോഴാണ് എന്താ ഒരു സുഖം. ആഹാ, ഈ ബൈക്കിലൊക്കെ ഒരു 2 കിലോമീറ്റർ ഒക്കെ പോയതിനു ശേഷം തണലത്തൊക്കെ ഇരുന്നിട്ട് ഒരു ലൈം സോഡയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ തണുത്ത കുറച്ച് സംഭാരം കുടിച്ചാലുണ്ടല്ലോ, അതൊരു ഫീൽ ലെവലൊന്ന് ചിന്തിക്കാൻ പറ്റില്ല. അതെ അതെ അതെ. പക്ഷേ ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കടയൊന്നുമില്ലല്ലോ. ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ അങ്ങ് പോവുക, അത്ര തന്നെ. ഇനിയിപ്പോൾ അധികം ദൂരമില്ല കേട്ടോ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. എന്തായാലും ഇനിയിപ്പോൾ ഒരു 1 കിലോമീറ്റർ കൂടി കാണുമായിരിക്കും. പോയി നോക്കാം. മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പേരോടൊക്കെ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അന്വേഷിക്കാനും പറ്റില്ല, ആരും കാണുന്നില്ല. കണ്ടവരോട് ചോദിച്ചിട്ട് ഊഹം വെച്ചിട്ടാണ് ഇപ്പത്തെ പോക്ക്. അതെ, എന്തായാലും നമ്മൾ കണ്ടുപിടിക്കും, അത് വേറെ കാര്യം. ഈ തവണയെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഇവിടുന്ന് ഞാൻ മണ്ണ് വിടുള്ളൂ. ഒന്നും നടന്നില്ലെങ്കിൽ പച്ചയ്ക്ക് കൊളുത്തിട്ട ജഗന്നാഥന് മണ്ണ് വിടുമെന്ന് പറയുന്നത് പോലെ അതാണ്. അങ്ങനെ സീതാംപുണ്ടി ഗ്രാമത്തിലൂടെ ഓരോ കാഴ്ചകൾ കണ്ടു നടക്കുകയാണ്. അങ്ങനെ കാഴ്ചകൾ കണ്ടു നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഉണ്ട് ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല, എങ്കിലും അധികം കാണാത്തൊരു കാഴ്ചയാണ് ഇത്. കണ്ടോ, ഈ ചാക്കിനകത്ത് നിറച്ചു. ഇത് നല്ല വെളുത്ത പഞ്ചസാര, ഉപ്പ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. എന്നാൽ ഒരു സത്യം പറയട്ടെ, ഇത് ഉപ്പും പഞ്ചസാരയൊന്നുമല്ല, ഇത് കല്ല് പൊടിച്ചതാണ്. കല്ല് പൊടിച്ച പൊടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിങ്ങനെ ചാക്കിൽ നിറച്ചിവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ക്രഷർ യൂണിറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ ഈ ഒരു കല്ല് ഉപയോഗിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഈ കല്ലൊന്നും ഉപയോഗിക്കുന്നില്ല, ഇങ്ങനത്തെ വെള്ള കളർ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റ് കളറുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതെന്ന്. പക്ഷേ ഈ കല്ല് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫിൽറ്ററൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ കല്ല് ചിലപ്പോൾ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ വീട്ടിൽ ഈ കല്ലുണ്ട്. ഫിൽറ്ററിനകത്ത് ഉപയോഗിക്കുന്ന കല്ലാണ്. നോക്കി, അസൽ പഞ്ചസാരയാണെന്ന് പറഞ്ഞ് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ആൾ ആൻ്റെയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം പറഞ്ഞോട്ടെ. കാരണം എനിക്കറിയില്ല ഈ ഫിൽറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ വീട്ടിൽ ഫിൽറ്റർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സർവീസിന് സമയമാകുമ്പോഴത്തേനും അവരൊന്ന് സർവീസ് ചെയ്ത് പോകുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അതിൻ്റെയൊക്കെ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാം, എങ്ങനെയൊക്കെയാണ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ആൻ്റെ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അറിയുന്ന കാര്യം ഒരാൾ പറയുമ്പോഴത്തേനും നമുക്കത് കുറച്ചുകൂടി നന്നായിട്ട് തോന്നും. ഇനിയിപ്പം ഞാനിത് പഠിച്ച് പറയുന്നേക്കാളും നല്ലത് അദ്ദേഹം പറയുന്നതായിരിക്കും. ആൻഡോ, പിന്നെ ഒന്നും നോക്കണ്ട, ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇവിടെ കുറേ കല്ലുകൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കൂടി നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് സംഭവം ഒന്നുമില്ല. അവർ കല്ലും ഇങ്ങോട്ട് കൊണ്ടുവരും, വലിയ കല്ലായിട്ട്. ഇത് ഇവിടുത്തെ കുറേ പറമ്പുകളിലുണ്ട്, പിന്നെ കോറി അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് കല്ലെത്തിക്കും. അതാണ് ഫസ്റ്റ് പരിപാടി ഇവിടുത്തെ. ഇതുപോലത്തെ കല്ല്, വെള്ളാരം കല്ല് പോലത്തെ ഒരു കല്ല്. പക്ഷെ നമ്മുടെ അവിടുത്തെ വെള്ളാരം കല്ല് പോലെയല്ല കേട്ടോ, വെറൈറ്റി അല്ലേ. പിന്നെ ഈ കല്ലുകൾ കണ്ട, ഇതിൻ്റെ കളറ് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ കളറും അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ട കല്ലിൻ്റെ കളറും തമ്മിൽ വ്യത്യാസമല്ലേ?
അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രേഡിനനുസരിച്ച് ആ കല്ലുകളുടെ കളർ മാറും. അത് ഫസ്റ്റ് ക്വാളിറ്റി ആട്ടാ, ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ് ഗ്രേഡ് തിരിക്കുമ്പോഴേ. അപ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഇനി നമുക്കേ ഉള്ളിലേക്ക് പോവാം. ഇതാണ് കേട്ടോ അവർ ഫസ്റ്റ് ക്രഷ് ചെയ്യണ മെഷീൻ. അതായത് വലിയ കല്ലുകളില്ലേ അത് ഇതിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യും, എന്നിട്ട് ഇതിന്ന് പൊടിപ്പിക്കും. ഇതിന്ന് പൊടിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു ഹോപ്പർ, ആ കാണുന്ന ഹോപ്പർ വേണ്ട, ആ ഹോപ്പറിലേക്ക് പോവും. അതായത് ഇവിടുന്ന് ഇങ്ങനെ പോവും. അപ്പോൾ അവിടെ വലിയ ക്രഷിങ് മെഷീനിൽ വരുന്ന കല്ലുകളുണ്ടല്ലോ, അപ്പോൾ അതായത് ഈ സൈസിലുള്ള കല്ലുകൾ അത് ഈ കൺവെയർ ബെൽറ്റ് വഴി ആ ഹോപ്പറിൽ വന്ന് വീഴും. എന്നിട്ട് ഇവിടെ ഒരു ക്രഷിങ് മെഷീൻ ഉണ്ട്, ആ മെഷീനിൽ നിന്ന് ക്രഷ് ചെയ്തിട്ട് ഈ കൺവെയർ ബെൽറ്റ് വഴിയാണ് ഉള്ളിലിരിക്കുന്ന സീവിലേക്ക് പോണത്. സീവ് എന്ന് പറഞ്ഞാൽ അരിപ്പ. അപ്പോൾ ഇതിൽ വരുന്ന സൈസ് എന്ന് പറയുന്നത് എല്ലാ സൈസും ഉണ്ടായിരിക്കും. അതായത് ചെറുത് തൊട്ട് വലുത് വരെയുള്ള സൈസിലുള്ള കല്ലുകൾ ഇതിലുണ്ടായിരിക്കും. അങ്ങനെ ആ വന്ന് വീഴുന്നത് ഈ കൺവെയർ ബെൽറ്റ് വഴി ഉള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള സീവിൽ വന്ന് വീഴും. ഇതാണ് കേട്ടോ പുറത്തുനിന്ന് വരുന്ന കൺവെയർ ബെൽറ്റ്. ആ കൺവെയർ ബെൽറ്റിൽ നിന്ന് ഈ സീവ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വരികയാണ് ചെയ്യണത്. സീവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അരിപ്പ. അപ്പോൾ ഇതാണ് കേട്ടോ അരിപ്പ. ഇത് അരിപ്പകളുടെ ഒരു സെറ്റാണ്. അതായത് വലിയ സൈസ് തൊട്ട് ചെറിയ സൈസ് വരെ. അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സൈസിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഒരേ ടൈം പാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വലിയ കണ്ണിയുള്ള സീവാണ്, അതായത് അരിപ്പയാണ്. അത് പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ ഏറ്റവും അടിയിൽ വരുന്നത് ഭയങ്കര ഫൈനായിട്ടുള്ള അരിപ്പയാണ് കേട്ടോ. ഇത് അരിപ്പേര അറ്റാണ് കേട്ടോ. അതായത് അരിച്ച് വരാനുണ്ടല്ലോ, ഇത് ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും, ഒരു ഷെയ്ക്കിങ് ഉണ്ടായിരിക്കും, ഓട്ടോമാറ്റിക് ഷെയ്ക്കിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് സൈസിനനുസരിച്ച് അടിയിലേക്ക് പോകും. പിന്നെ വലിയ സൈസ് ഉള്ളതുണ്ടല്ലോ, അത് നമ്മൾ ആ സൈസിനനുസരിച്ച് ഓരോ പോർഷനിലേക്ക് തിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചാക്കിലേക്ക് പോകും, അതായത് ഇത്ര പോകുന്ന സൈസിലുള്ളത്. പിന്നെ അതിനേക്കാളും ചെറുതുള്ളത് ഇവിടെ ചാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ ചാക്കിലേക്ക് വന്ന് വീഴും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള സീവിലുള്ളത് അതങ്ങനെ ഈ ചാക്കിലേക്ക് വന്ന് വീഴും. പിന്നെ ഏറ്റവും ഫൈനായിട്ടുള്ളത് ഇത് ഇവിടെ വന്ന് വീഴും. കണ്ടോ, ഏറ്റവും ഫൈനായിട്ടുള്ളത്. ഈ സൈസിലുള്ള തരികളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ വെള്ളം ശുദ്ധീകരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേട്ടോ. അതായത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വെള്ളം ശുദ്ധീകരിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ അതിനൊക്കെ ചെറുത് വരുന്നുണ്ട്, അത് നമ്മൾ എമറി പേപ്പർ എന്ന് കേട്ടിട്ടില്ലേ, നമ്മുടെ വാട്ടർ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. പിന്നെ അതിനേക്കാളും ഫൈനായിട്ട് ഭയങ്കര പൊടിയായിട്ടുള്ളതുണ്ട് കേട്ടോ. ഏറ്റവും ഫൈനായിട്ടുള്ളത് അത് ഇങ്ങനെ കേട്ടോ, എത്ര ഫൈനാണെന്നറിയോ, ഭയങ്കര ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫൈൻ. ഒരു അരിപ്പൊടി ഉള്ള ഒരു സെറ്റപ്പ് ഉള്ള പോലത്തെ അത്രയും പൗഡറാണ് അത്. നമ്മൾ പെയിൻറ്റിങ് ഇൻഡസ്ട്രിയിൽ, അതുപോലെ ഡൈയിങ്ങിൻ്റെ ഇൻഡസ്ട്രിയിൽ, അതിനൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഓരോ ഗ്രേഡിൽ വരുന്ന ചാക്കുകളുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യം ഈ ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രേഡിൽ വരുന്ന സാധനം കളക്ട് ചെയ്യും, ഈ ചാക്ക് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് ഇതിനേക്കാളും ഫൈനായിട്ടുള്ളത് വേണ്ടതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിന്ന് എടുക്കും. അപ്പോൾ നമ്മൾ ഈ ചാക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ക്രഷിംഗ് യൂണിറ്റിൽ പോയിട്ട് പൊടിച്ചിട്ട് വീണ്ടും ഈ പ്രോസസ്സ് തന്നെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അറ്റ് എ ടൈമിൽ പലതരത്തിലുള്ള ഗ്രേഡിലുള്ള കല്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഓരോ ഗ്രേഡ് തിരിച്ച്, അതായത് സൈസിനനുസരിച്ച് ഗ്രേഡ് തിരിച്ച് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. അതിപ്പോൾ ഓരോ
പർപ്പസിനനുസരിച്ച് ഓരോ സ്ഥലത്തേക്ക് കയറ്റിയേക്കും. അപ്പോൾ എന്തായാലും കൃഷിംഗ് യൂണിറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആൻഡോ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനായിട്ടില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അറിവായിരുന്നു. ആൻഡോയ്ക്ക് ഇതിന് മുന്നേ ഇത് കണ്ടും ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും ആൻഡോ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഞാൻ ആദ്യമായിട്ടാണ് എന്തായാലും ഇത് കാണുന്നത്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പഞ്ചസാരയാണെന്ന് തോന്നും. പക്ഷേ ഇത് ഫിൽറ്ററിനകത്ത് ഉപയോഗിക്കുന്ന പൊടിച്ച കല്ലുകളാണെന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. കുറച്ചെങ്കിലും ആൾക്കാർക്ക് എന്നെപ്പോലെ പുതിയ അറിവായിരിക്കും. എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ലല്ലോ. ഇങ്ങനെ ഓരോ യാത്രകൾ ചെയ്യുമ്പോഴാണ് ഓരോ കാഴ്ചകൾ കാണുന്നതും ഓരോ അറിവുകൾ നമുക്ക് കിട്ടുന്നതും. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്നുള്ള ബാക്കി യാത്ര തുടരാം. അങ്ങനെ എന്തായാലും ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. ഇനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല. സീതാപ്പുണ്ടിയിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഇനിയും കാത്തിരിപ്പുണ്ട്. പക്ഷേ അതിനുള്ള സമയം ഇനിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി നമ്മുടെ യാത്രകൾ തുടരുകയാണ് അടുത്ത ജില്ലയിലേക്ക്. ഓരോ ജില്ലകൾ ഇങ്ങനെ താണ്ടിയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. നമ്മളിവിടെ നിന്ന് യാത്ര ആരംഭിച്ചെന്നറിയാമോ? നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിച്ച കന്യാകുമാരി, തിരുനെൽവേലി, മധുര, ഡിണ്ടിഗൽ, പിന്നെ ഇതാ നാമക്കൽ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു അയ്യ ഉണ്ട് കേട്ടോ. അയ്യ പേരനയ്യ? പേര് മുത്തു. ഇവിടെ ഒരു അയ്യ ഉണ്ട്, മുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയ്യായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഈ ഒരു മനോഹരമായ ഒരു പ്രദേശം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. അയ്യ പറയുന്നത് 30 വർഷം മുന്നേ ഒരു തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്, പിന്നെ കേരളത്തിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ബസ്സിൽ കയറി അങ്ങനെ കേരളമൊക്കെ കണ്ട് നമ്മുടെ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരുവനന്തപുരം, കൊച്ചിയൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോയെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ നമ്മളോട് പറയുക ചെയ്ത് കേരളത്തെക്കുറിച്ചൊക്കെ. അങ്ങനെ ഇന്തമാതിരി വ്യവസായമൊന്നും അങ്കില്ലേ? எல்லாமே முடிஞ்சாச்சு. 30 வருஷத்துக்கு முன்னாடி. சரி சரி. அந்த டைம்ல இருந்த நல்லா இருந்த இடம் தான் அந்த விவசாயம். டூர் வந்தா அப்படி போய் நீது கன்னியாகுமரி போய் மதுரை போய் அப்படியே திரும்பி வந்தாச்சு. ஆனா நீங்க தமிழ் நல்லா பேசுறீங்களா? பரவாயில்லையா? தெரியும், கொஞ்சம் கொஞ்சம் தெரியும். தமிழ் பேசுறீங்களா? அங்க அந்த பாஷையே வேற இல்ல. பாஷை வேற. அங்க மலையாளம் தான் பேசிட்டு இருக்கு. ஆனா தமிழ் ஆயிருமே அங்க பேசும்போது யாருக்குமே தெரியல. யாருக்குமே தெரியாது, தமிழ் தெரியாது. 30 வருஷத்துக்கு முன்னாடின்னா இப்போ என்ன அப்போ ஒரு 40 വയസ്സ് പയ്യനെ വന്നിരുപ്പ. ശരി ശരി. ഞാനിപ്പോൾ അയ്യായോട് പറഞ്ഞു 30 വർഷം അയ്യ കണ്ട കേരളമല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കൃഷിയിടങ്ങളൊക്കെ അന്ന് ഞാൻ വന്നപ്പോൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ അതൊന്നും ഇല്ല, എല്ലാം കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം വീടുകളൊക്കെ കെട്ടി സ്ഥലങ്ങളൊക്കെ പല രീതിയിലങ്ങനെ മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞു. കൃഷിയും കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഉള്ളതെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുന്നത്. അയ്യോടൊപ്പം തന്നെ തൊട്ടുപുറകിലെ ഒരു അമ്മയെ കാണാം. അമ്മ ആടിനെ മേയ്ക്കുകയാണ്. പിന്നെ ഈ ഒരു പ്രദേശം കണ്ടില്ല, എത്ര മനോഹരമാണെന്ന് കണ്ടോ? നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങളിൽ നെല്ല് കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ അതിനോട് ചേർന്ന് ബ്രിഞ്ചാൾ, അതിൻ്റെ ഒരു കൃഷി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പലതരം കൃഷികൾ ഈ ഒരു ഭാഗങ്ങളിൽ ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ആടുമാടുകളെ വളർത്തുക എന്നുള്ളതാണ്. അങ്ങനെ അയ്യായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരത്ത് നോക്കിയപ്പോഴത്തേനും ഒരു വീട് പോലെ ഒരു ഷെഡ് കണ്ടു കേട്ടോ. ചെറിയൊരു ഷെഡ്. നമ്മളങ്ങനെ അടുത്ത് വന്ന് നോക്കിയപ്പോഴത്തേനും ഇത് വീടല്ല. അയ്യാടി ചോദിച്ചിരുന്നു ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പം അയ്യ പറഞ്ഞത് മാടുകൾക്കുള്ള തീറ്റയാണെന്ന്. നമുക്ക് അകലെ നോക്കുമ്പോഴത്തേനും ഒരു ചെറിയ വീട് പോലെ തോന്നി. കാരണം നല്ല ദൂരത്ത് നിന്ന് നമ്മൾ നോക്കിയത്. എന്തായാലും ഒന്ന് കാണാൻ വേണ്ടി ഇവിടം വരെ വന്നതാണ്. ഇത് പനയാല കൊണ്ടിങ്ങനെ മറച്ചിരിക്കുകയാണ്. അതായത് ആടുകൾക്കും പശുക്കൾക്കും ഉള്ള തീറ്റ ഇങ്ങനെ മറച്ചിരിക്കുകയാണ് പനയോല ഉപയോഗിച്ച്. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വൈക്കോലല്ല, ഇത് നിലക്കടല ഉണ്ടല്ലോ, നിലക്കടല, അതിൻ്റെ ചെടിയാണ് കണ്ടോ. അതിപ്പോൾ ഉണക്കിയിട്ട് അവർ വെച്ചിരിക്കുകയാണ്. ഇതിനി ആടുമാടുകൾക്കൊക്കെ കൊടുക്കും. നിലക്കടല പറിച്ചതിന് ശേഷം വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കുക എൻ്റെ അമ്മ. അതിൻ്റെ ഭാഗമാണ്, നല്ല ടൈറ്റായിട്ടിരിക്കുക. അല്ലെങ്കിൽ എടുത്ത് കാണിക്കാരെന്ന് പറഞ്ഞു. നോക്കട്ടെ. ഇല്ല, നല്ല ടൈറ്റാണ്. ഉണ്ടോ ഇവിടെ ഉണ്ടോ? അപ്പോൾ മനസ്സിലായോ? ഇത് നിലക്കടലയാണ്. അപ്പോൾ നിലക്കടല ഇവിടുന്ന് പറിച്ചെടുക്കും. പറിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ ഉണക്കിയിട്ട് ഇതുപോലെ അടുക്കി മുകളിലേക്ക് വെക്കും. ഇത് പിന്നീട് ആടുകൾക്കും പശുക്കൾക്കൊക്കെ അവർ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. കണ്ടു, ഇവിടെ നിലക്കടലയുടെ ഒരു ചെറിയ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതാ, അപ്പം നിലക്കടലയുടെ ചെടിയാണ് ഈ കാണുന്നത്.
പിന്നെ അതോടൊപ്പം തന്നെ വൈക്കോൽത്തൂർ ഇവിടെ തൊട്ടടുത്തിരിപ്പുണ്ട്. അങ്ങ് ദൂരെ നിന്ന് നോക്കിയപ്പോഴത്തേനും നല്ല ഭംഗി കാണാനായിട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് വന്നതാണ്. പശു അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് അമർന്നുണ്ട്, ആൻ്റെ നോക്കിയാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമ അന്തരീക്ഷം, പശുക്കളും ആടുകളും വൈക്കോൽക്കൂനയും തെങ്ങിൻതോപ്പുകളും നെൽകൃഷികളും വാഴക്കൃഷികളും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ളൊരിടം, അല്ലെങ്കിൽ വളരെ ഹൃദ്യമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ അവർക്കും ബൈ.